ഗ്രാമീണന്മാരായിരിക്കും. നേരത്തെ നാം കേട്ടു അവൻ പുറപ്പെടുന്ന നാട്ടുകാർ ഒരു വലിയ സമൂഹം പിന്നിലാണ് നടക്കുമെന്ന്. പിന്നെ ഈ ലോകത്തിൽ ഏറ്റവും അവന്റെ പിന്നിലാണ് നടക്കുന്നവര് കപട വിശ്വാസികൾ. അതുപോലെ തന്നെ നാടന്മാരാകുന്ന ഇസ്ലാമിന്റെ ABCD അറിയാത്തതായ ഗ്രാമീണന്മാര്, ഗ്രാമദേശത്തിൽ താമസിക്കുന്ന വിഭാഗം. അതുപോലെ തന്നെ ഹദീസിൽ കാണുന്നു അവന്റെ പിന്നിൽ അണിനിരക്കുന്നവര് കൂടുതലും സ്ത്രീകളും ആയിരിക്കും. കാരണം അത്ഭുതങ്ങൾ കാണുമ്പോൾ, ഏത് അത്ഭുതങ്ങൾ കണ്ടാൽ അതിന്റെ പിന്നിലേക്കെല്ലാം കുതിക്കുന്ന, ക്യൂ നിൽക്കുന്ന, ബസ് കയറി യാത്ര ചെയ്യുന്നതായ വിഭാഗം ആരാണ്? അത് സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും. അല്ലേ? ഏത് ഖബറിലേക്ക് പോയാലും വേറൊരു ഖബറിലേക്ക് പോയവന് കുട്ടി കെട്ടിയെന്ന് കേൾക്കുമ്പോ അവിടെ ഓടും സ്ത്രീകൾ. ഏത് അത്ഭുതം കേട്ടാൽ അവിടെ കല്ല് ചലിച്ചു പോലോ, അവിടെ കാറ്റ് വന്ന ഭാഗത്തിലെല്ലാം മറുവശത്തിലേക്കാണ് പോലോ പറന്നത്. അവിടെ ഉള്ളതായ വിരിപ്പ്, എവിടെ ഖബറിന്റെ മീതെ ഉള്ളതായ വിരിപ്പ്, അത് പറന്നത് കൊണ്ട് അവിടേക്ക് അത് കറാമത്താണല്ലോ. നമ്മുടെ നാട്ടിലാണ് ഏത് കാറ്റൊരു ഭാഗത്തേക്ക് തെളിക്ക, ഖബറിന്റെ മീതെയുള്ള പടം പിന്നൊരു ഭാഗത്തേക്ക് തെളിക്ക. അത് കാരണത്താൽ ധാരാളം ലക്ഷങ്ങൾ അവിടെ കുതിക്കുകയാണെന്നാണ്. മനസ്സിലായില്ലേ? അങ്ങനെ എന്തെങ്കിലും കണ്ട ഈ ദജ്ജാലിന്റെ പിന്നിലാണ് നടക്കുന്നവരെ പരിശോധിക്കാൻ ദൂരം പോകേണ്ടതില്ല. ലോകത്തിൽ എന്തെങ്കിലും അത്ഭുതം എന്ന് തോന്നുന്നതിന്റെ പിന്നിൽ ആര് പോകുന്നുണ്ട്? അക്കൂട്ടരാണ് ദജ്ജാൽ വന്നാ മുമ്പിൽ ഉണ്ടാവാ. നീ തന്നെയാണ് ഞങ്ങളുടെ ആളാപ്പാന്ന് അവരൊക്കെ പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അത്ഭുതങ്ങളല്ല നാം നോക്കേണ്ടത്, ഇസ്ലാം അനുവദിച്ചതാണോ ഞാൻ ചെയ്യുന്നത് അല്ലേ എന്നതാണ്. ഇസ്ലാം അനുവദിച്ചതല്ലേ എന്നാൽ അത്ഭുതം എന്താ? പൂജാരി അത്ഭുതം ഉണ്ടാക്കുന്നില്ലേ? ഇല്ലേ? മാരണത്തിന്റെ കൗമ അത്ഭുതങ്ങൾ കാട്ടാറില്ലേ? അതുകൊണ്ട് അത്ഭുതം കണ്ടതിന്റെ പിന്നിലൊക്കെ പോയിട്ട് രോഗം മാറ്റാൻ വേണ്ടി ക്യൂ നിൽക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് ദജ്ജാലമാര് ധാരാളം ലോകത്തിൽ വന്നുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് ഇത്തരം ഇനങ്ങളിൽപ്പെട്ടവരാണ്. ഇത് തട്ടിപ്പിന്റെ വിഭാഗം, കണക്കപ്പിള്ളമാര്, പൂജാരിമാര്, അതുപോലെ ജനങ്ങളുടെ രോഗം മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തിയിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വിഭാഗം, ഇസ്ലാം ഉദ്ദേശിച്ച രൂപത്തിൽ വൈദ്യശാസ്ത്രം ഉപയോഗിക്കാതെ മനുഷ്യന്മാരെ വഞ്ചിക്കുന്ന വിഭാഗം, ഇതെല്ലാം ദജ്ജാലമാരിൽപ്പെട്ടവർ തന്നെയാണ്. അള്ളാഹു വരെ ഹിദായത്തിലാക്കട്ടെ. ദജ്ജാല് വന്നു കഴിഞ്ഞാൽ അവൻ ഇവിടെ ഭൂമിയിൽ ഈ 40 ദിവസം പരാക്രമം നടത്തി ജീവിക്കുന്നതും, അവന്റെ പരാക്രമത്തിൽ ലക്ഷക്കണക്കിൽ, മില്യൺ കണക്കിൽ മുസ്ലിങ്ങൾ തന്നെ അണിനിരക്കുന്നതും ആയിരിക്കും. മുസ്ലിങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ തന്നെ അണിനിരക്കുന്നതായിരിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങളൊരു പക്ഷെ ചോദിച്ചേക്കാം, അവർക്ക് അറിയുകയില്ലേ ഇങ്ങനെയുള്ളൊരു ദജ്ജാല് വരുന്നെന്ന് റസൂൽ പറഞ്ഞ വാർത്ത? അപ്പൊ നമുക്കൊക്കെ വിവരമില്ലേ? ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിമിന് ദജ്ജാൽ എന്നുള്ള പേര് അറിയാത്ത മുസ്ലിം ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും വിവരമുണ്ട്. ഇങ്ങനെയുള്ള വിവരമുണ്ടായിട്ട് പോലും ദജ്ജാൽ വരുമ്പോൾ എന്തുകൊണ്ട് ജനങ്ങൾ അവരുടെ പിന്നെ അണിനിരക്കുന്നു എന്ന ചോദ്യം ഇവിടെ ഉടലെടുക്കുന്നു. അതെ, അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യന് കൂടുതൽ വലാലത്ത് വ്യാപകമായി കഴിഞ്ഞാൽ, അത് വ്യാപകമായി അത് നിത്യ തൊഴിലും ജീവിതവുമായി കഴിഞ്ഞാൽ അസത്യം സത്യമായി മാറുന്നതും, ഇസ്ലാമികത്വം ഇസ്ലാമികത്വമായിട്ടോ അല്ലെങ്കിൽ നാം ചെയ്യേണ്ട ആചാരമായി മാറുന്നതും നാം ഇന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നതായ അനുഭവങ്ങളാണ് നമുക്ക്. ഇല്ലേ? ഇവിടെ വിവാസങ്ങളെ കുറിച്ച് പണ്ടൊരു കാലഘട്ടങ്ങളിലൊക്കെ ഫിലിംസ് കാണുക എന്നൊക്കെ പറഞ്ഞ വലിയ വിഷമം പിടിച്ച കാര്യമായിരുന്നു. അല്ലെ? അശ്ലീലം കാണാന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ അത് ലോകത്തിലെല്ലാ വീടുകളിലും കയറി കൂടിയപ്പോൾ ഇപ്പൊ മുസ്ലിയാരെ വീട്ടിലുമുണ്ട്, ഖത്തീബ് സാഹിബിന്റെ വീട്ടിലുമുണ്ട്, തങ്ങളുടെ വീട്ടിലുമുണ്ട്, അസ്മാരുടെ വീട്ടിലുമുണ്ട്. എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട്? ഈ തുണി കഴിച്ചിട്ട് തുള്ളുന്ന സാധനം ഉണ്ട്. അല്ലേ? തുണി കഴിച്ചിട്ട് ചാടുന്ന സാധനം ഇല്ലാത്ത വീടില്ല. അല്ലേ? എന്നിട്ട് മുസ്ലിയാർക്ക് പണ്ടൊരു കാലത്ത് ആരോ കുട്ടി പത്രം കൊണ്ടുവന്നപ്പോൾ ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോ പത്രത്തിൽ കണ്ടപ്പോ മുസ്ലിയാർ പറഞ്ഞു പോലോ ആരോട്, മകനോട്, മകനെ നീ എവിടെ ഇത് കൊണ്ടുവന്നത്? ഹറാം ഹറാം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു എന്നാണ്. അങ്ങനെ പേടിപ്പിച്ച മുസ്ലിയാരുടെ വീട്ടിൽ തന്നെയാണ് യന്ത്രം അദ്ദേഹം വാങ്ങി വെച്ചിട്ട് ചാടിപ്പിക്കുന്നത്. അല്ലേ? അപ്പോൾ എന്താ സംഭവിച്ചത്? ഹറാമ തന്നെ ഹലാലായിട്ടില്ല. പിന്നെ എന്താണ്? എന്നും കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കസറത്തുൽ മസാദ് തുഖല്ലിലുൽ ഇഹ്സാസ് എന്ന അറബി പഴമൊഴി പറയാറുണ്ട്. സ്പർശനം കൂടിക്കൊണ്ടിരുന്നാൽ സ്പർശനം കൊണ്ടുള്ളതായ എഫക്ട് നഷ്ടപ്പെടുമെന്നാണ്. തൊട്ടുകൊണ്ടേയിരുന്നാൽ തൊടുമ്പോഴുള്ളതായ എഫക്ട് നഷ്ടപ്പെടുമെന്നതാണ്. എന്നതുപോലെ ഒരു സാധനം തെറ്റിയതാവട്ടെ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാവട്ടെ, അത് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അതിനോടുള്ള വെറുപ്പ് നമ്മൾ നിന്നിട്ട് കുറയും എന്നതാണ്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നതും സംഭവിച്ചിട്ടുള്ളതും. അത് ഞാനൊരു ഉദാഹരണം പറയാറുണ്ട് ദജ്ജാലിനെ പറയുമ്പോൾ. മൈക്കൽ ജാക്സനോട് ഒരവസരത്തിൽ അവന്റെ നാട്ടിൽ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ അവൻ പറഞ്ഞതായിട്ട് ഇവിടുത്തെ ഉക്കാദ് പത്രം പ്രസിദ്ധീകരിച്ചതായിരുന്നു. എന്ത്? നിന്റെ ജീവിതത്തിൽ നിനക്കുള്ള ഏറ്റവും വലിയ പൂതി, ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അറബികളെ അടിമകളാക്കുക എന്നതായിരുന്നു. മൈക്കൽ ജാക്സൺ പറഞ്ഞ വാക്കാണത്. ഇവിടുത്തെ പത്രം റിപ്പോർട്ട് ചെയ്തതാണ്. അറബികൾ എന്ന് പറയുന്നതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കക്കാരെ അറബികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നല്ലാതെ അറബികളല്ല. അമേരിക്കക്കാര് അറബികൾ എന്നാർക്കാ പറയുക?
അറബി ഭാഷയുടെ ഉടമകൾ, ഖുർആന്റെ ഉടമകൾ അഥവാ മുസ്ലിങ്ങൾ എന്നാണ്. അപ്പോൾ മുസ്ലിങ്ങളെ അടിമകളാക്കണം, എന്റെ മ്യൂസിക്കിന്റെയും എന്റെ റോക്ക് ആൻഡ് റോളിന്റെയും അടിമകളാക്കി മാറ്റണം എന്നതാണ് എന്റെ ലക്ഷ്യമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പറഞ്ഞ വാർത്ത നമ്മുടെ പത്രത്തിൽ വന്നതല്ലേ, മുസ്ലിങ്ങൾ വായിച്ചതല്ലേ? എന്നിട്ട് മൈക്കൽ ജാക്സന്റെ റോക്ക് ആൻഡ് റോൾ ഇല്ലാത്ത വല്ല കാറും ഓടാറുണ്ടോ, വല്ല വീടും കെട്ടാറുണ്ടോ, വല്ല കക്കൂസിലും പോകാറുണ്ടോ? വല്ലവരും ചില കക്കൂസുകളിൽ ബോക്സ് മൈക്കൽ ജാക്സന്റെ ഇടിയാണുകൾ അവൻ രൂപത്തിൽ അത് സാധനമില്ല. പക്ഷെ അവിടെ അവൻ ചാടിയ സമയത്ത് തട്ടിയ തട്ടാണ്, മുട്ടിയ മുട്ടാണ് എന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ട് എന്നത് അറിഞ്ഞിട്ട് പോലും അതിനോട് വെറുപ്പുണ്ടായോ മുസ്ലിങ്ങൾക്ക്? ഇല്ല. ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ദജ്ജാലിന്റെ കാര്യത്തിലും. ദജ്ജാൽ വരുന്ന വേളയിൽ, അത്ഭുതങ്ങൾ കാട്ടുന്ന വേളയിൽ മനുഷ്യന്മാര് പൊന്തം വിട്ട് അശ്രദ്ധരായിട്ട് എല്ലാം മറന്നു പോകുന്നതാണ്. റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്നതും മറക്കും. എന്താ നിങ്ങൾ ഈ പറയുന്നത്? കാണാത്ത ആ പച്ചപ്പനകളും പുഷ്പങ്ങളും ഇല്ലാത്തതായ ഭൂമിയിൽ, വരണ്ടതായ ഭൂമിയിൽ വൃക്ഷത്തെ ഉണ്ടാക്കുകയില്ലേ ഇവൻ ചെയ്യുന്നത്? ഇവനേക്കാളും വലിയ ഒലിക്ക് വേറെ ആരുണ്ട് എന്ന് ചോദിച്ചിട്ട് അവന്റെ പിന്നിൽ അന്നിരുന്നിട്ട് അവനെ ദൈവമാക്കി മാറ്റാൻ ജനങ്ങൾ കുതിക്കുന്നതായിരിക്കും. ഏത് ജനങ്ങൾ? ഈ ബുഖാരി ഓതിയ, മുസ്ലിം ഓതിയ, ദജ്ജാൽ വരുമെന്ന് കേട്ട, വാല് കേട്ട അതേ വിഭാഗം തന്നെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള അപകടത്തിൽ മുസ്ലിങ്ങൾ പെട്ടുപോകുമെന്നതിനെ ഭയപ്പെടുത്തി അറിയിച്ചത് കൊണ്ട് തന്നെയാണ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാലിനെ തൊട്ട് കാവലിനെ ചോദിക്കുവാനും ദജ്ജാലിനെ തൊട്ട് കാവലിനെ ചോദിക്കേണ്ട പ്രാർത്ഥന വരേക്കും പഠിപ്പിച്ചു തന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നാം സന്ദർഭോചിതമായിട്ട്